ട്രെയിനും കൂടെ കഴിഞ്ഞാലാണ് എൻ്റെ വരുന്നത്. കണ്ട ഓപ്പണേ എന്തോ 1, 2, 5 എണ്ണം എന്തോ കൂടിയിരിക്കുന്നത്. ഫുള്ള് സ്കൈ സ്കാപ്പേഴ്സാണ്. അന്ന് മറ്റേ ഫ്ലൈറ്റിലൊക്കെ ഇരിക്കുമ്പോൾ സ്ക്രീനെ കാണിയല്ലേ മറ്റേ ഫ്ലൈറ്റ് പോകുന്ന മാപ്പിൻ്റെ. ലിഫ്റ്റ് കയറി 15 നില കയറി നമ്മളങ്ങനെ ഇവിടെ എത്തിയിരിക്കുകയാണ്. കണ്ട എല്ലാവരും ഇങ്ങനെ വെയിൽ കൊള്ളേ ഫുള്ള് പൂക്കൾ. നമ്മൾ വീണ്ടും എത്തി. നമ്മുടെ ഡോറ് തുറന്ന് നമുക്ക് ഒഴിച്ചോറുണ്ടോ കഴിഞ്ഞോ? കുറച്ച് മീൻ, ഇച്ചിരി മുട്ട, ഇച്ചിരി മത്തി, കുറച്ച് ചമ്മന്തി. ഹലോ, അപ്പോൾ ഗൈസ് ഞാൻ ഇന്ന് നല്ലൊരു കിടിലൻ സ്പോട്ട് കണ്ടുപിടിച്ചിട്ടുണ്ട്. രാവിലെ ഏകദേശം ഒരു 11:30 ആയിട്ടേ ഉള്ളൂ ഇപ്പോൾ. അപ്പോൾ ഞാൻ നോക്കി എന്നാൽ പിന്നെ അങ്ങോട്ട് പോയേക്കാമെന്ന് ഓർത്തു. പക്ഷേ ഇന്ന് സൈക്കിൾ എടുക്കാമെന്ന് വെച്ചപ്പോൾ അവിടെ കുറച്ച് സെക്യൂരിറ്റി ഇഷ്യൂ കാര്യങ്ങളുള്ളൊരു സ്പോട്ടാണ്. അപ്പോൾ അതുകൊണ്ട് സൈക്കിൾ അലൗഡ് ആണോ എന്ന് എനിക്ക് അറിയത്തില്ല. പിന്നെ അത് നോക്കി കണ്ടുപിടിക്കാനുള്ള ഒരു സമയക്കുറവ് കൊണ്ട് ഞാൻ രാവിലെ അപ്പോൾ ഇറങ്ങിയേക്കുവാണ്. അപ്പോൾ നമുക്ക് പോയേക്കാം. അപ്പോൾ ഇന്ന് ഞാൻ പോകുന്നത് ലണ്ടനിലെ അണ്ടർഗ്രൗണ്ട് ട്യൂബ് സ്റ്റേഷനിൽ കൂടെയാണ് യാത്ര ചെയ്യുന്നത്. അപ്പോൾ ഞാൻ നിങ്ങളിവിടുത്തെ അണ്ടർഗ്രൗണ്ട് സെറ്റപ്പ് എങ്ങനെയാണെന്നൊക്കെ കാണാം. അത് നമ്മുടെ നാട്ടിലെ ഒരു മെട്രോ, നമ്മുടെ നാട്ടിലെ മെട്രോ ഒക്കെ പോലെ പറയുന്നതിനാണ് ഇവിടെ ട്യൂബ് എന്ന് പറയുന്നത്. അത് ഫുൾ അണ്ടർഗ്രൗണ്ടിൽ കൂടെയുള്ള സെറ്റപ്പാണ്. അപ്പോൾ ഞാൻ നിങ്ങളെ ഇന്ന് കാണിച്ചു തരാം അത് എങ്ങനെയാണ് പ്രവർത്തിക്കുന്നതെന്നും അതിൽ കൂടെ കയറി ഇവിടെ സെൻട്രൽ ലണ്ടനിൽ എങ്ങനെയാണ് ആൾക്കാർ ഭയങ്കര സ്പീഡായിട്ട് പോയി വരികയൊക്കെ ചെയ്യുന്നതെന്നൊക്കെ. അപ്പോൾ സെൻട്രൽ ലണ്ടനിൽ സോൺ 1 to 6 വരെയാണ് ഈ അണ്ടർഗ്രൗണ്ട് ഉള്ളത്. അപ്പോൾ നമുക്ക് കറക്റ്റ് ആ സോൺ 1 to 6 വരെയുള്ള എല്ലായിടത്തോട്ടും പല ലൈനുള്ള ട്യൂബ് സ്റ്റേഷൻസ് സർവീസുകൾ അവൈലബിൾ ആണ്. എൻ്റെ ഫ്രണ്ടിൽ കുറച്ച് ആൾക്കാരുണ്ട്, അതുകൊണ്ട് എനിക്ക് സ്പീഡ് നടക്കാൻ പറ്റത്തില്ല. അപ്പോൾ ഞാൻ ഇന്ന് കയറുന്നതും ഇറങ്ങുന്നതും അവിടെ നിന്ന് ഇറങ്ങിയിട്ട് എങ്ങോട്ടാണ് പോകുന്നതെന്നും അങ്ങനെയൊക്കെയുള്ളതെല്ലാം കാണിച്ചു തരാം. കണ്ടോ, അപ്പോൾ ഇതാണ് ഇവിടുത്തെ ഒരു ചെറിയ ട്യൂബ് സ്റ്റേഷൻ. ഇതിൻ്റെ എൻട്രി വരുന്നത് ഇങ്ങനെയാണ്. നമ്മളിവിടെ വന്നു കഴിഞ്ഞാൽ പിന്നെ ടാപ്പ് ചെയ്തുകൊണ്ട് വേണം ഇറങ്ങാൻ. ഇവിടെ എല്ലാം കോണ്ടാക്ട്ലെസ് പേ ഉണ്ട്, കൂടാതെ നമുക്ക് കാർഡുണ്ട്. പേ ചെയ്യുന്ന വഴിയെ കണ്ടോ ഡോർ ഓപ്പൺ ആവും. നമുക്ക് ഈ സൈഡിലോട്ടാണ് ഇറങ്ങേണ്ടത്. നമുക്ക് ഏത് സ്ഥലത്തോട്ടാണ് പോകേണ്ടത് ആ ഡയറക്ഷൻ നോക്കിയുള്ള ട്യൂബിൻ്റെ മാപ്പ് നോക്കി നമ്മൾ വേണം പോകാൻ. അപ്പോൾ എനിക്ക് പോകേണ്ട സ്ഥലം ആൽഗേഡാണ്. എനിക്ക് ആൽഗേഡിലാണ് ഇറങ്ങേണ്ടത്. അപ്പോൾ ഇതുകൊണ്ട് നമ്മൾ ഈ റൂട്ടിലോട്ടാണ് പോകേണ്ടത്. അപ്പോൾ ഗൈസ് നമുക്ക് ആൽഗേറ്റിലോട്ട് പോകാനുള്ളതിന് നമ്മൾ റൈറ്റ് ഹാൻഡ് സൈഡിലോട്ടുള്ള റൂട്ടിലോട്ടാണ് പോകേണ്ടത്. അപ്പോൾ നമ്മൾ റൈറ്റ് ഹാൻഡ് സൈഡിലോട്ട് ഉള്ള സ്റ്റെപ്സ് ഇറങ്ങുവാണ്. ഇപ്പം ഭയങ്കര രസമാണ് അണ്ടർഗ്രൗണ്ടിൽ കൂടെ ട്രാൻസ്പോർട്ടേഷൻ. നല്ല രസമാണ്, നല്ല വ്യൂവും ആംബിയൻസും കാര്യങ്ങളൊക്കെയാണ്. പക്ഷെ ഒരു പ്രശ്നമേ ഉള്ളൂ, ഭയങ്കര റേറ്റാണ്. പറയുമ്പോൾ എല്ലാം പറയണല്ലോ. നമ്മൾ ഏകദേശം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോയി വരുമ്പോൾ ഏകദേശം ഒരു 10 പൗണ്ടൊക്കെ പോകാറുണ്ട്. കണ്ടോ, കുറച്ച് പോസ്റ്റാണ്. കാരണം എൻ്റെ ട്രെയിൻ ഇനി 8 മിനിറ്റിനുള്ളിലേ വരത്തുള്ളൂ. അതുകൊണ്ട് 8 മിനിറ്റ് വരെ ഞാൻ വെയിറ്റ് ചെയ്യണം. ഞാൻ നിങ്ങൾ ഓപ്പോസിറ്റ് സൈഡ് വരുന്നൊരു ട്രെയിൻ കാണിച്ചു തരാം. ഈ ഒരു ട്രെയിനും കൂടെ കഴിഞ്ഞാലാണ് എൻ്റെ വരുന്നത്. എൻ്റെ ഇനി ഒരു 3 മിനിറ്റിനുള്ളിൽ, അതായത് ഇത് പോയി കഴിഞ്ഞാൽ ഉടനെ എൻ്റെ വരുന്നതാണ്. അങ്ങനെയാണ് ഇവിടുത്തെ ബോർഡ് കാണിക്കുന്നത്. ഈ ബോർഡ് കറക്റ്റ് എഴുതി കാണിക്കും നമുക്ക് നമ്മുടെ വണ്ടി എപ്പോൾ വരുന്നത്. കണ്ടോ, എൻ്റെത് ആൽഗേഡ് 2 മിനിറ്റ്സ്. കണ്ടോ, അപ്പോൾ ഈ വണ്ടി പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഉടനെ പുറകെ തന്നെ വരും. അങ്ങനെ 1 മിനിറ്റിനുള്ളിൽ എൻ്റെ ട്യൂബ് ഇപ്പോൾ വരും. അപ്പോൾ 1 മിനിറ്റിയുടെ കഴിഞ്ഞ് ഇത് കയറുക. ഒത്തിരി സമയമൊന്നും എടുക്കത്തില്ല, ജസ്റ്റ് ഒരു 13 മിനിറ്റാണ് കാണിക്കുന്നത്. ഇവിടെ നിന്ന് ട്യൂബ് കയറിയിട്ടുണ്ടെങ്കിൽ കറക്റ്റ് നമ്മൾ ഇറങ്ങേണ്ടിടത്തെത്തും. അവിടെ നിന്ന് പിന്നെ കുറച്ച് വാക്കുണ്ട്, ഒരു 5 to 10 മിനിറ്റ്. അങ്ങനെ നമ്മുടെ ഡെസ്റ്റിനേഷനെത്തും. അകത്ത് കയറി കഴിയുമ്പോൾ എനിക്ക് അറിയത്തില്ല എത്രമാത്രം എനിക്ക് റെക്കോർഡ് ചെയ്യാൻ പറ്റുമെന്ന്. കാരണം ചില ആൾക്കാർക്ക് ഇഷ്ടപ്പെടത്തില്ല നമ്മളങ്ങനെ പെർമിഷൻ ഇല്ലാതെ റെക്കോർഡ് ചെയ്യുമ്പോൾ. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഒത്തിരി തിരക്കൊന്നുമില്ല, ഓക്കെ എന്നറിയുവാണെങ്കിൽ ഞാൻ അകത്തേയും കൂടെ ഷൂട്ട് ചെയ്യാം. അല്ലെങ്കിൽ ഞാൻ പുറത്തിറങ്ങിയതിന് ശേഷമായിരിക്കും ബാക്കി റെക്കോർഡ് ചെയ്യുന്നത്. അപ്പോൾ എൻ്റെ ട്രെയിൻ വരുന്നുണ്ട്. ഏകദേശം ഞാൻ നോക്കട്ടെ, സാഹചര്യങ്ങൾ നമുക്ക് അനുകൂലമാണെങ്കിൽ നമുക്ക് എടുക്കാം. നല്ല തിരക്കാണ് കാണിക്കുന്നത്, അതുകൊണ്ട് എനിക്ക് തോന്നുന്നില്ല എടുക്കാൻ പറ്റുമെന്ന്. അത്യാവശ്യം റഷ് കാണിക്കുന്നുണ്ട്, അതുകൊണ്ട് ഞാൻ മിക്കവാറും ഇറങ്ങി കഴിഞ്ഞിട്ടായിരിക്കും ബാക്കി എടുക്കാൻ പറ്റുന്നത്.
കേസ് ഇതാണ് ഇതിൻ്റെ അകത്തുനിന്നുള്ളൊരു വ്യൂ. ഒത്തിരി എനിക്ക് എടുക്കാൻ പറ്റത്തില്ല, കുറച്ച് ലിമിറ്റേഷൻസ് ഉണ്ട്. അപ്പം നമ്മുടെ സ്ഥലം എത്തി, നമുക്ക് വയ്യ ഇറങ്ങാം. വലിയ തിരക്കും കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു, അതുകൊണ്ട് തന്നെ സ്മൂത്തായിട്ട് വഴി എത്താൻ പറ്റി. നമുക്ക് മേളിലോട്ടാണ് എൻ്റെ വേ ഔട്ട്. അപ്പോൾ പയ്യെ സ്റ്റെപ്പ് കയറി പുറത്തിയാണ്. എനിക്ക് സ്റ്റെപ്പ് കയറുന്ന ഇഷ്ടമല്ല ഗൈസ്, വേറൊന്നുമല്ല, മടി. അപ്പം നമ്മൾ കയറുമ്പോഴും ടാപ്പ് ചെയ്യണം, ഇറങ്ങാൻ നേരത്തും ടാപ്പ് ചെയ്യണം. എന്നിട്ട് നമ്മുടെ അക്കൗണ്ടിൽ നിന്ന് ഡയറക്റ്റാണ് ഇതിൻ്റെ പേയ്മെൻറ്റ് പോകുന്നത്. കണ്ടോ, ഓപ്പണേ. അങ്ങനെ നമ്മൾ ഏതോ ഒരു രാജ്യത്തെത്തി ഗൈസ്. ഇനി ഇവിടെ നിന്ന് മാപ്പ് ഇട്ടിട്ട് വേണം നമുക്ക് നമ്മുടെ ഡെസ്റ്റിനേഷനിലോട്ട് പോകാൻ. ഞാൻ മാപ്പ് ഇട്ടു. ഇവിടെ നിന്ന് ഏകദേശം ഒരു 6 മിനിറ്റേ നടക്കാനുള്ളൂ. ഞാനിപ്പോൾ താഴെ നിൽക്കുന്നതിൻ്റെ താണയിൽ കണ്ടോ, ഭയങ്കര എൻ്റെ വെച്ചേ നല്ല ഹൈറ്റാണ്. പിന്നെ സ്കൈ കാണാൻ നല്ല രസമുണ്ട്. ഇന്ന് നല്ല നല്ല ക്ലൗഡ്സൊക്കെ കൂടി ഇങ്ങനെ നിൽക്കുന്നതുകൊണ്ട് നല്ല രസമുണ്ട്. എസ്പെഷ്യലി ആ ബിൽഡിങ്ങിൻ്റെ ടോപ്പിൽ ഗൈസ് എന്തോ 1, 2, 5 എണ്ണം എന്തോ കൂടിയിരിക്കുന്നു. എന്താണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. എന്തോ അവരുടെ ക്രിയേറ്റിവിറ്റി ആണെന്ന് നമുക്ക് വിചാരിക്കാം. അപ്പോൾ ഗൈസ് നമ്മൾ നടന്ന് ഇങ്ങനെ നമ്മുടെ ഡെസ്റ്റിനേഷൻ്റെ ഫ്രണ്ടിലെത്തി. ജസ്റ്റ് ഇതിൻ്റെ ഔട്ട്സൈഡ് വ്യൂ ഞാനൊന്ന് കാണിക്കാം. അപ്പോൾ ഇതിൻ്റെ ടോപ്പിലോട്ടാണ് നമ്മൾ പോകുന്നത്. ഇതാണ് നമ്മുടെ ഡെസ്റ്റിനേഷൻ. നമ്മൾ ദ ഗാർഡൻ അറ്റ് 120 ഇന്ന് വന്നിരിക്കുന്നത്. ഈ ഒരു ഏരിയയുടെ സ്പെഷ്യാലിറ്റി എന്ന് പറഞ്ഞാൽ തന്നെ ഫുള്ള് സ്കൈ സ്കാർപ്പേഴ്സാണ്. ഇത്രയെല്ലാം ടോപ്പിൽ നല്ല വ്യൂ ഉള്ള ബിൽഡിങ്സാണ് ഫുള്ള്. ഈ കാണുന്നത് അതിൻ്റെ എൻട്രിയിലോട്ടുള്ള ക്യൂ ആണ്. നമുക്കും ഇതിൻ്റെ പുറകെ നിൽക്കാം. ഇവിടെ നല്ലൊരു വ്യൂ ഉണ്ട്. നമ്മൾ മറ്റേ ഫ്ലൈറ്റിലൊക്കെ ഇരിക്കുമ്പോൾ ആ സ്ക്രീനെ കാണിയല്ലേ, മറ്റേ ഫ്ലൈറ്റ് പോകുന്ന മാപ്പിൻ്റെ അത് ഓർമ്മ വരുന്നു. നമ്മളതേ ലിഫ്റ്റ് കയറി 15 നില കയറി നമ്മളങ്ങനെ ഇവിടെ എത്തിയിരിക്കുകയാണ്. കണ്ടോ, അപ്പോൾ നമ്മൾ നമ്മുടെ ഡെസ്റ്റിനേഷനിൻ്റെ മേളിൽ എത്തിയിരിക്കുകയാണ്. ഗാർഡൻ അറ്റ് 120. റൂമിൽ നിന്ന് ഇറങ്ങുന്നതിന് മുമ്പ് ഞാൻ എടുക്കണം എന്ന് കരുതിയ ഒരു സാധനമായിരുന്നു കൂളിംഗ് ഗ്ലാസ്. പക്ഷെ ഞാൻ താഴെ എത്തിയപ്പോഴാണ് ഓർത്തത്. പിന്നെ തിരിച്ച് കയറണ്ടല്ലോ എന്ന് ഓർത്ത് ഞാൻ എടുക്കാൻ പോയില്ല. പക്ഷെ അതൊരു വലിയ മണ്ടത്തരായിപ്പോയി. കാരണം എന്താ, നല്ല വെയിലാണ്. നമ്മൾ ഇത്രയും ടോപ്പിലും കൂടെ ആയതുകൊണ്ട് നല്ല ബുദ്ധിമുട്ടുണ്ട് നോക്കാനായിട്ട്. അപ്പോൾ ഗൈസ്, നിങ്ങൾ ഇവിടെ നോക്കുവാണെങ്കിൽ കണ്ടോ, നമ്മളെ താഴേന്ന് കണ്ട കുറച്ച് ബിൽഡിങ്ങുകൾ ഇപ്പോൾ ഇവിടെ നിന്നാൽ കാണാം. ഇതുണ്ടോ, നല്ല ഇതുണ്ട്. താഴെ കണ്ട റോട്ടിൽ കൂടെ ആൾക്കാർ പോകുന്ന വരെ നമുക്ക് ഭയങ്കര ക്ലിയർ ആയിട്ട്. കാരണം ഇവിടെ ഭയങ്കര സേഫ് ആൻഡ് സെക്യൂർഡാണ്. കാരണം ഇത് നല്ലൊരു ഗ്ലാസ് ഇങ്ങനൊരു ഭിത്തി പോലെ ഇവരിവിടെ നല്ല സെക്യൂർ ചെയ്ത് വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നല്ല രസമാണ്. എസ്പെഷ്യലി നല്ല ഒരു സമ്മർ ടൈമിൽ വരാൻ പറ്റിയ സ്പോട്ടാണ്. കാരണം ലാസ്റ്റ് ടൈം ഞാൻ വന്നപ്പം ഇവിടെ ഞാൻ ഒരു മഴയുള്ള ടൈമിലാണ് വന്നത്. അതുകൊണ്ട് എനിക്ക് അത്രയ്ക്ക് എക്സ്പ്ലോർ ചെയ്യാൻ പറ്റിയില്ല. കാരണം ഇത്രയൊരു രസമില്ലായിരുന്നു. വീഡിയോസൊക്കെ എടുത്തിട്ടാണെങ്കിലും അത്ര ക്വാളിറ്റിയിലായിരുന്നു. ചെയ്യേണ്ട ഒരു എയ്റോപ്ലെയിൻ പോകുന്നു. കാരണം ഭയങ്കര ക്ലിയർ ആയിട്ട് നമ്മളെന്തോ ആകാശത്തിന് തൊട്ടടുത്ത് നിൽക്കുന്ന ആ ഒരു വൈബ് നമുക്ക് ഫീൽ ചെയ്യും. കണ്ട ഇതിൽ വഴി നോക്കുവാണെങ്കിൽ കണ്ട കറക്റ്റ് റോഡും ആൾക്കാർ പോകുന്നതും കണ്ട. അവിടെ എന്തോ വർക്ക് നടക്കുവാണ്. അതിൻ്റെ അതെല്ലാം ഭയങ്കര ക്ലിയർ ആയിട്ട് കാണാൻ. ആൾക്കാരിങ്ങനെ ഒത്തിരി പേര് എല്ലാവരും ഇവർ മെയിനായിട്ട് ഇവിടെ വന്ന് ഈ വെയിലത്തിരിക്കുന്നത് ക്ലൈമറ്റ് നല്ല സൂര്യപ്രകാശമൊക്കെ കിട്ടി ഇവിടെ ഇരിക്കാൻ വേണ്ടിയിട്ടാണ്. നമുക്കിതിൻ്റെ അപ്പുറത്തോട്ട് ഇനി പോവാം. കണ്ട എല്ലാവരും ഇങ്ങനെ വെയിൽ കൊള്ളുകയും വീഡിയോസ് എടുക്കുകയൊക്കെയാണ്. പിന്നെ ഗൈസ് ഇവിടെ വേണ്ടേ നല്ല അടിപൊളി നല്ല സൂപ്പർ മകിലറ്റ് പൂക്കളുണ്ട്.
കണ്ട് പൂക്കൾ കണ്ടാൽ നമ്മൾ ഒരിക്കലും വിടാറില്ല. ഇത്രയും ടോപ്പിൽ, അതായത് 14ാമത്തെ നിലയിൽ നിന്നുകൊണ്ട് തന്നെ ഇത്രയെല്ലാം കാണാൻ പറ്റുക എന്ന് പറയുന്നത് തന്നെ ഭയങ്കര രസമാണ്. ഞാൻ കുറച്ചും കൂടെ അപ്പുറത്തോട്ട് ചെന്നിട്ട് നിങ്ങളെ കാണിച്ചു തരാം. യെസ്, ലണ്ടൻ ഐ എത്തി. നമുക്ക് ഗൈസ് ലണ്ടൻ ഐയുടെ ടോപ്പ് നമുക്ക് കാണാം. ക്യാമറയിൽ എനിക്ക് അറിയത്തില്ല എത്രത്തോളം ക്ലിയറായി കാണാമെന്ന്, കാരണം എനിക്ക് ഇവിടെ നിന്ന് തന്നെ ഒരു കുറച്ച് അതിൻ്റെ ടോപ്പ് ഭാഗം മാത്രമേ കാണത്തുള്ളൂ. നമുക്കിതിൻ്റെ കോർണർ, അതായത് ബാക്ക് സൈഡിലൂടെ എന്താണെന്ന് പോയി നോക്കാം. ഇതിൻ്റെ ചുറ്റിനും ഈ ഒരു വയലറ്റ് കളർ പൂക്കൾ ഭയങ്കര രസമായിട്ടുണ്ട്. സ്കൈ ഒരു രക്ഷയില്ല കേട്ടോ, എനിക്ക് ഭയങ്കര ഇഷ്ടമായി. ക്ലൗഡെല്ലാം ഇങ്ങനെ കൂടി കൂടി കിടക്കുന്നതാണ്. നമ്മൾ ബാക്ക് സൈഡിൽ നിന്ന് വരുമ്പോഴുള്ള ഏകദേശം ഒരു വ്യൂ ഇതാണ്. ഇത് ചുറ്റിനും ഈ ഒരു പൂക്കളാണ്. എനിക്കൊന്ന് കുറച്ചുകൂടെ കഴിയുമ്പോൾ ഇത് ഫുള്ള് സ്പ്രെഡാവും തോന്നുന്നു. അതിന് വേണ്ടിയിട്ടാണെന്ന് തോന്നുന്നു അവർ ഈ ഒരു ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇത് വെച്ചിരിക്കുന്നത്. ഇതുണ്ട് ഫുള്ള് പൂക്കൾ, അതുകൊണ്ടാണെന്ന് തോന്നുന്നു ഇതിന് അങ്ങനത്തെ പേരിട്ടിരിക്കുന്നത്, ദ ഗാർഡൻ അറ്റ് 120. എനിക്ക് പൊതുവെ ഇഷ്ടമാണ് ഇങ്ങനത്തെയൊക്കെ സ്പോട്ടുകൾ, ഇവിടെ വന്നിരിക്കുക, എക്സ്പ്ലോർ ചെയ്യുക എന്നൊക്കെ പറയുന്നത്. അടിപൊളി വ്യൂ ആണ് ഇവിടെ. അപ്പോൾ ഗൈസ് ഞാൻ ഇവിടെ നിന്ന് ഇറങ്ങുകയാണ്. എനിക്ക് നല്ല രീതിക്ക് വിശക്കുന്നുണ്ട്. അപ്പോൾ എൻ്റെ ഇന്നത്തെ ഒരു പ്ലാൻ എന്ന് പറഞ്ഞാൽ ചട്ടിച്ചോറ് കഴിക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഞാൻ ചട്ടിച്ചോറ് കിട്ടുന്നൊരു സ്പോട്ടിലോട്ട് പോകുന്നതാണ്. അപ്പോൾ നമുക്ക് ബാക്കി കാണാം. അപ്പോൾ ഈ വാച്ചിൻ്റെ ഒക്കെ പ്രൈസ് എന്ന് പറഞ്ഞാൽ 13,995 പൗണ്ടാണ് ഗൈസ്. അത് എത്രയാണെന്ന് നിങ്ങൾ തന്നെ കൺവേർട്ട് ചെയ്തോളൂ. ഇവിടെ അല്ല, ലക്ഷങ്ങളുടെ കോടികളുടെ സാധനം മാത്രമേ ഉള്ളൂ. അപ്പോൾ നിങ്ങളെ ഞാൻ ഇനി കൊണ്ടുപോകുന്നതെന്ന് പറഞ്ഞാൽ ലണ്ടനിൽ മിനി ഇന്ത്യയിലോട്ടാണ് കൊണ്ടുപോകുന്നത്. അപ്പോൾ മിനി ഇന്ത്യയുടെ കാഴ്ചകൾ ഞാൻ അവിടെ ചെന്നിട്ട് കാണിക്കാം. അപ്പോൾ ഗൈസ് നമ്മൾ വീണ്ടും എത്തി, നമ്മുടെ ഡോറ് തുറന്ന് വന്നിരിക്കുകയാണ്. ഞാൻ അങ്ങനെ നമ്മുടെ മിനി ഇന്ത്യയിൽ എത്തിയിരിക്കുകയാണ്. ഇവിടെ എന്ന് പറഞ്ഞാൽ നമ്മുടെ നാട്ടിലെ എല്ലാ സാധനങ്ങളും നമുക്ക് കിട്ടും. പിന്നെ നാട്ടിൽ ഫുഡ് കഴിക്കാൻ തോന്നണമെങ്കിലെല്ലാം നമുക്ക് ഇവിടെ വന്നാൽ മതി. ഇവിടെ അതായത് നമ്മുടെ അയൽ രാജ്യക്കാർ, അതായത് തമിഴ്നാട്ടുകാരും കർണാടകക്കാരും ബംഗ്ലാദേശുകാരും ഹിന്ദിക്കാരും ആന്ധ്രാക്കാരും അങ്ങനെ എല്ലാ ആൾക്കാരും താമസിക്കുന്നൊരു സ്ഥലമാണിത്. അപ്പോൾ ഇവിടെ മലയാളികളെക്കാൾ കൂടുതലും, മലയാളി സാധനങ്ങളെക്കാൾ കൂടുതലും അവരുടെ ആൾക്കാരും സാധനങ്ങളൊക്കെയാണ്. അപ്പോൾ നമ്മൾ പുറത്തോട്ടിറങ്ങി. ഞാനപ്പോൾ ഇന്ന് പോകുന്നത് ഇവിടുത്തെ നവരുചി എന്ന് പറഞ്ഞ കടയിലാണ്. അവിടുത്തെ ഫുഡാണ് എനിക്ക് കൂടുതലിഷ്ടം. അപ്പോൾ നമുക്ക് അങ്ങോട്ട് പോവാം. കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് അറിയാമല്ലോ, ഇത് കണ്ടോ, സമൂസയും കോഴിയും നാട്ടിൽ വേണ്ട എല്ലാ സാധനങ്ങളും ഇവിടെ കാണാം. ഇവിടെ ഭയങ്കര ചീപ്പ് ആൻഡ് ലോക്കൽ സാധനങ്ങളും ഇതെല്ലാം കിട്ടുന്നൊരു സ്പോട്ടാണ്. നമ്മൾ സ്റ്റേഷനിൽ നിന്ന് ഇറങ്ങുമ്പോൾ തന്നെ നമ്മുടെ കട ഇവിടെ എത്തും. അതേ നവരുചി. നമ്മളിങ്ങോട്ടാണ് കയറുന്നത് ഗൈസ്. അപ്പം ഞാൻ കടയിലെത്തി. ഇവിടെയാണ് ഞാൻ എപ്പോഴും തന്നെ മലയാളി ഫുഡ് കഴിക്കാൻ വേണ്ടി വരുന്നത്. കണ്ടോ, വന്നപ്പോൾ തന്നെ ഉണ്ട് നല്ല മലയാളം പാട്ടുകളൊക്കെ കേൾക്കാം. ഫുള്ള് നമ്മുടെ നാട്ടിലൊരു ആംബിയൻസാണ്. ഇവിടുത്തെ ബോർഡും കാര്യങ്ങളും എല്ലാം മലയാളത്തിലൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. ഇതാണ് ഷോപ്പ് വരുന്നത്. അത്യാവശ്യം നല്ല സീറ്റിംഗ് ഒക്കെ ഉണ്ട്. ഇങ്ങോട്ട് മാത്രമല്ല അപ്പുറത്തോട്ടും എല്ലാം ഉണ്ട്. പൊടിച്ചോറുണ്ടോ? കഴിഞ്ഞോ? ചട്ടിച്ചോറുണ്ടോ? ഓക്കെ, എന്നാൽ ചട്ടിച്ചോറ്. പിന്നെ മതി. എവിടെ പരിപാടി അവതരിപ്പിച്ചാലും ഇങ്ങനെയാണ് എന്നും. ഞാൻ എന്നും പൊതിച്ചോറ് കഴിക്കാൻ വേണ്ടിയിട്ട് വരും. പക്ഷേ ഇവിടെ വരുമ്പോഴത്തേനും തീരും. അത്രയ്ക്ക് ഡിമാൻഡാണ് ഇവിടുത്തെ പൊതിച്ചോറിന്. പക്ഷേ ഭാഗ്യത്തിന് നമുക്ക് ചട്ടിച്ചോറ് കിട്ടി. അതുകൊണ്ട് ചട്ടിച്ചോറ് വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാം. അപ്പോൾ ചട്ടിച്ചോറ് വരാൻ വേണ്ടിയിട്ടുള്ള വെയിറ്റിങ്ങിലാണ്. താങ്ക് യു. പ്ലേറ്റ് ഒരു പ്ലേറ്റ്. അയ്യോ, ചട്ടി നിറയെ ഫുഡാണ് ഗൈസ്. കൊതി വന്നിട്ട് എനിക്ക് ഇരിക്കാൻ പാടില്ല. എല്ലാ ഫുഡും ഉണ്ട്. കപ്പയുണ്ട്, മത്തി വറുത്തതുണ്ട്, ചിക്കൻ ഫ്രൈ ഉണ്ട്, പപ്പടമുണ്ട്, മുട്ട പൊരിച്ചതുണ്ട്, മീൻകറിയുണ്ട്, എല്ലാ ഐറ്റം ഉണ്ട്. താങ്ക് യു.
ഗൈസ് ഇതാണ് മേളിൽ നിന്നുള്ള വ്യൂ ചട്ടിച്ചോറിൻ്റെ. അപ്പം ഞാൻ പറഞ്ഞ പോലെ തന്നെ ഗൈസ് ഇത് കണ്ടോ, എല്ലാ ഐറ്റവും ഉണ്ട്. ബീഫ് ഫ്രൈ, കപ്പ, മീൻകറി, മത്തി വറുത്തത്, ചിക്കൻ ഫ്രൈ, മുട്ട പൊരിച്ചത്, ബീട്രൂട്ട് തോരൻ, കാബേജ് തോരൻ, സാമ്പാർ, ചെമ്മീൻ ചമ്മന്തിപ്പൊടി. എല്ലാ ഐറ്റവും ഉണ്ട് ഗൈസ്. എനിക്ക് വെയിറ്റ് ചെയ്യാൻ ഇനി പറ്റത്തില്ല, ഞാൻ കഴിക്കട്ടെ. അയ്യോ നല്ല ചൂടാണ്, കഴിക്കാൻ ഭയങ്കര പാടാണ്. പിന്നെ വിശപ്പ് കൊണ്ടും കൊതി കൊണ്ടും ഞാനങ്ങ് കഴിക്കുക. നമുക്കിനി കുറച്ച് മീൻ, ഇച്ചിരി മുട്ട, ചിക്കൻ ഫ്രൈ അവിടെ ഇരിക്കട്ടെ, ഇച്ചിരി മത്തി. ഭയങ്കര ചൂടാണ് ഗൈസ്. കുറച്ച് ചമ്മന്തി ഗൈസ്. ഇതെല്ലാം കൂടെ ഒരു കുഴച്ച് ഗൈസ് ഒന്നും പറയാനില്ല. ഞാനപ്പോൾ കഴിക്കട്ടെ കേട്ടോ. അപ്പോൾ ഗൈസ് ഫുഡൊക്കെ കഴിച്ച് വയറ് നിറഞ്ഞ് ഈ ഒരു കട്ടിൽ കിട്ടിയാച്ചാൽ മതി, കിടക്കണം, ഭയങ്കര ക്ഷീണമാണ്. അപ്പോൾ ഇന്ന് പോയിട്ടുള്ള സ്ഥലവും അവിടുത്തെ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഇന്നത്തെ വീഡിയോ ലൈക്ക് ചെയ്യുക. മാത്രമല്ല എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരുന്നതാണ്. അപ്പോൾ അതുവരേക്കും ടേക്ക് കെയർ, ബൈ.